ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഒരു എഗ്ലെസ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പോഞ്ച് കേക്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവിലാണ് അളന്നിട്ടുള്ളത്. അതിലൊരു പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ചേർക്കരുത്. അപ്പോൾ ഈ ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് തന്നെയാണ് മുട്ട ചേർക്കുന്നത്, വേറെ ബീറ്റ് ചെയ്തിട്ടൊന്നും അല്ല ചേർക്കുന്നത്. 2 മുട്ട ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എസൻസ് ചേർത്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ച് എസൻസോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്താലും മതി. നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്കൊക്കെ ഒന്ന് നന്നായിട്ട് പാലൊക്കെ ഒന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ഡ്രോപ്പ് കളർ ചേർക്കുന്നുണ്ട്, ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളർ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ട് ഓവർ മിക്സ് ചെയ്തെടുക്കരുത്. ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ വേണമെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കാത്തവർക്ക് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓയിലും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെയൊക്കെ കേക്ക് ടിൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉയരത്തിൽ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 35 മിനിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കായിട്ട് ഓവനില്ലാത്ത റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നട്ട്സ് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ബദാമും കാഷ്യൂനട്ടും കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്യാരമൽ ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ എണ്ണയോ ബട്ടറോ ഒന്ന് തടവിയിട്ടെടുത്താലും മതി, ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നിരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സൈഡിൽ നിന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കളർ കുറച്ചും കൂടെ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ബട്ടറും നന്നായിട്ട് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർക്കാം. ഈ നട്ട്സ് ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ പേപ്പറിലേക്ക് കാരമൽ ചെയ്ത നട്ട്സ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് നിരത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് സെറ്റായി പോവും. ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ബാക്കിയൊന്ന് പൊടിച്ചെടുക്കാം. ഒരു റോളർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ കേക്ക്. അപ്പോൾ ഉയരത്തിലുള്ള കേക്കാണെങ്കിലും 3ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വെള്ളം എടുക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. എല്ലായിടവും നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ വിപ്പിംഗ് ക്രീമിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ സ്കോച്ച് സോസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് 2 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കാണിച്ചിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡിലൊന്നും ക്രീം സ്പ്രെഡ് ചെയ്യുന്നില്ല. സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 200 ml വിപ്പിംഗ് ക്രീമാണ് ഈ കേക്കിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡിലൊക്കെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് 250 ml കപ്പിൽ 1.25 കപ്പൊക്കെ എടുക്കുക. ഇത് ഞാൻ 6 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചതും അതുപോലെ കാരമൽ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്